നമ്മളിൽ പലരും ഞായറാഴ്ചകളിലും മറ്റു ദിവസങ്ങളിലും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാറുണ്ടല്ലേ? എന്നാൽ കുർബാന കഴിഞ്ഞ് ആശീർവാദം ലഭിച്ച ഉടനെ നമ്മൾ എന്താണ് ചെയ്യാറുള്ളത്? മിക്കവരും വേഗം പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി സുഹൃത്തുക്കളോട് സംസാരിക്കാനോ, ഫോൺ നോക്കാനോ അല്ലെങ്കിൽ പെട്ടെന്ന് വീട്ടിലേക്ക് പോകാനോ ആണ് ശ്രമിക്കുന്നത്. എന്നാൽ കുർബാന കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇറങ്ങുന്ന ആ ആദ്യത്തെ കുറച്ച് മിനിറ്റുകൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മൾ അശ്രദ്ധമായി പെരുമാറുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ലഭിച്ച വലിയ അനുഗ്രഹങ്ങൾ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അതിനാൽ കുർബാനയ്ക്ക് ശേഷം നിർബന്ധമായും ശ്രദ്ധിച്ചിരിക്കേണ്ട 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം, വിശുദ്ധ കുർബാന സ്വീകരിച്ച ഉടനെ സംസാരിക്കാതെ കുറച്ചുനേരം ശാന്തമായി ഇരിക്കുക എന്നതാണ്. നമ്മളൊരു വലിയ അസുഖത്തിന് വില കൂടിയ മരുന്ന് കഴിച്ച ഉടനെ ഓടിച്ചാടി നടന്നാൽ ആ മരുന്ന് ഫലിക്കുമോ? അതുപോലെ തന്നെയാണ് കുർബാനയും. ദൈവത്തെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചതിന് ശേഷം കുറഞ്ഞത് ഒരു 5 മിനിറ്റെങ്കിലും കണ്ണുകളടച്ച് നിശബ്ദത പാലിക്കുക. ഉള്ളിലെത്തിയ ഈശോയോട് മനസ്സ് തുറന്ന് സംസാരിക്കാൻ ആ സമയം ഉപയോഗിക്കാം. രണ്ടാമത്തെ കാര്യം, കുർബാന സ്വീകരണത്തിന് ശേഷം ദൈവത്തിന് നന്ദി പറയുക. വെറുതെ ചുണ്ടുകൾ കൊണ്ട് നന്ദി പറയുകയല്ല വേണ്ടത്. സ്വർഗത്തിലെ രാജാവ് നമ്മുടെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വന്നല്ലോ എന്നോർത്ത് പൂർണ്ണ ഹൃദയത്തോടെ വേണം നന്ദി പറയാൻ. അങ്ങനെ നന്ദി പറയുന്ന മനസ്സിലേക്ക് ദൈവം കൂടുതൽ കൃപകൾ ചൊരിയുമെന്നാണ് വിശുദ്ധർ നമ്മെ പഠിപ്പിക്കുന്നത്. മൂന്നാമത്തെ കാര്യം, കുർബാനയിൽ നിന്ന് ലഭിച്ച ശക്തിയെ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ നേരിടാൻ ഉപയോഗിക്കുക എന്നതാണ്. പള്ളിക്കുള്ളിൽ ഭക്തിയോടെ ഇരിക്കുകയും പുറത്തിറങ്ങിയാൽ ജീവിതം വേറൊരു രീതിയിലാകുകയും ചെയ്യുന്ന അവസ്ഥ മാറണം. ഈശോയെ, ഞാൻ ഇന്ന് സ്വീകരിച്ച ഈ വിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ എന്റെ ജോലിസ്ഥലത്തെ പ്രശ്നങ്ങളെ നേരിടാനും പഠനത്തിൽ മുന്നേറാനും കുടുംബത്തിലെ അസ്വസ്ഥതകൾ മാറാനും എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. നാലാമത്തെയും അവസാനത്തെയും കാര്യം, പള്ളിയുടെ പടിയിറങ്ങുന്നതിന് മുൻപ് വളരെ ഭക്തിയോടെ കുരിശു വരയ്ക്കുക എന്നതാണ്. പള്ളിക്കുള്ളിൽ നമ്മൾ സ്വർഗീയമായ ഒരു അന്തരീക്ഷത്തിലാണ്. എന്നാൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ ലോകത്തിന്റെ പ്രലോഭനങ്ങളെയും തടസ്സങ്ങളെയുമാണ് നമ്മെ കാത്തിരിക്കുന്നത്. അതിനെ നേരിടാനും ലഭിച്ച കൃപകൾ സംരക്ഷിക്കാനും ഈ കുരിശടയാളം നമ്മെ സഹായിക്കും. സുഹൃത്തുക്കളെ, അടുത്ത തവണ കുർബാനയ്ക്ക് പോകുമ്പോൾ ഈ കാര്യങ്ങൾ ഒന്ന് ഓർത്തു നോക്കുക. നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ.